ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ചെടിയും ഈ ഒരു വെജിറ്റബിളും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നൊന്ന് നേരെ നോക്കിക്കോളൂ. ഇതിൻ്റെ പേരാണ് കേട്ടോ വിങ്ഡ് ബീൻ എന്നാണ് പറയുക. പയർ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ചതുരപ്പയർ എന്നാണ് കേട്ടോ നമ്മളിത് കേരളത്തിലൊക്കെ അറിയപ്പെടുന്നത്. ചതുരപ്പയർ എന്നാണ്. പോഷക സമൃദ്ധമായ ഈ ചെടിയുടെ കൃഷി കേരളത്തിൽ അത്ര വിപുലമായിട്ടൊന്നും ഇല്ല. വിത്ത് പാകി 6 മാസത്തിനകം പൂക്കൾ വിരിഞ്ഞു തുടങ്ങും. പൂക്കൾ നല്ലൊരു വയലറ്റ് കളറിലാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ കാണുക. അതേപോലെ തന്നെ ചതുരാകൃതിയിലുള്ള പയറിൻ്റെ രൂപം മൂലമാണ് ഈ പേര് ലഭിച്ചിട്ടുള്ളത്. ചതുരപ്പയർ സമൂലം ഭക്ഷ്യയോഗ്യമാണ്. അതേപോലെ തന്നെ വീട്ടുവളപ്പിൽ വളർത്താൻ പറ്റിയ ഈ ഒരു ചെടി മാംസ്യത്തിൻ്റെ കലവറയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ഞാൻ അധികം ആരെയും വീടുകളിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലായതാണ് കേട്ടോ. വള്ളി പോലെയാണ് നമ്മളിതിനെ പടർത്തി വിട്ടിരിക്കുന്നത്. കീടശല്യം പൊതുവെ കുറവായിട്ടാണ് കാണുന്നത്. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ഇറച്ചിപ്പയർ എന്നും ഇതിനെ അറിയപ്പെടും കേട്ടോ. അതുപോലെ തന്നെ ചതുരപ്പയർ ന്യൂട്രിയൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വളർത്തുന്നതാണ് കേട്ടോ ഉത്തമം. പിന്നെ ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും സൂര്യവെളിച്ചം ഈ ചെടിക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് തണലത്തൊന്നും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരില്ല. ഇത് പതുക്കെ വളരുന്ന വള്ളിച്ചെടിയാണ്. നമുക്കിതിപ്പോൾ ഇവിടെ പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വള്ളി ഇങ്ങനെ വന്നപ്പോൾ അതിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇത് പതുക്കെ വളരുന്ന വള്ളിച്ചെടിയാണ് കേട്ടോ. കായ്കളും കുറവായിരിക്കും. ഇത് ഒരു പച്ചക്കറി ഇനത്തിൽപ്പെട്ടതാണ്. ഇതാ കണ്ടില്ലേ, നല്ലൊരു നിങ്ങൾ ഇതൊന്ന് നേരെ നോക്കിക്കോളൂ. നല്ല രസമാട്ടോ ഇത് കാണാൻ നല്ലൊരു പ്രത്യേക ടൈപ്പാണ്. നമുക്ക് അവരയ്ക്ക പോലെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഇലയും മറ്റുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുക. പക്ഷെ ഇതാ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് ഇത്, ചതുരാകൃതിയിലാണ്. അതുകൊണ്ട് തന്നെ ചതുരപ്പയർ എന്ന് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇറച്ചിപ്പയർ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് ഹൈ പ്രോട്ടീൻ ക്രോപ്പാണ്. ഇതിൽ ഫോസ്ഫറസ് ഉണ്ട്, അയൺ ഉണ്ട്, വൈറ്റമിൻ ബി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. റോ ബീൻസ് അങ്ങനെ ആരും കഴിക്കാറില്ല. അങ്ങനെ കഴിക്കുന്നത് അത്ര ഹെൽത്ത് വൈസ് നല്ലതും അല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് ഒരുപാട് ഹെൽത്ത് വൈസ് നമുക്ക് ഗുണങ്ങളൊക്കെ തരുന്നുണ്ട്. ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ക്യാൻസർ വരുന്നത് തടയുന്നതിനും ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ക്യാൻസർ വരുന്നതൊക്കെ തടയാൻ പറ്റും. ഇത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ പോട്ടിലൊക്കെ വെച്ചിട്ട് വളർത്താൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണിലാണെങ്കിൽ നമുക്ക് വളർത്താം. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രോ ബാഗിൽ വെച്ചിട്ട് അങ്ങനെ വളർത്തിയെടുത്ത് പടർത്തി വിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഡയറക്റ്റ് മണ്ണിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പന്തലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ വള്ളി പടർന്ന് പൂവും കായും ഒക്കെ വരുന്നതിന് സഹായിക്കും. കണ്ടില്ല, ഇതിൻ്റെ പൂവ് നല്ലൊരു വയലറ്റ് കളറിലാണ്. ശരിക്കും ഇത് നമുക്ക് നമ്മൾ എന്താ പറയുക, നമ്മുടെ സാധാരണ അവരക്കയൊക്കെ ഇല്ലേ, അവരക്കൻ്റെ വള്ളി പോലെ തന്നെയാണ്. ആ ഒരു വള്ളിയും ആ ഒരു പൂവ് ഇല എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു കായ് മാത്രം ഒരു വ്യത്യസ്തമായിട്ട് ഇതിങ്ങനെ കാണും. ഒരുപാട് കെയറും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. നല്ല വെയിലത്ത് കൊണ്ട് വെച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വെള്ളമൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ രാവിലെ ആണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല വേനൽക്കാലത്താണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്തു കൊടുക്കുക. പിന്നെ മഴക്കാലമാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നമില്ലല്ലോ, വെള്ളമൊന്നും ഒരുപാട് നനയ്ക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് കായൊന്നും വരില്ല കേട്ടോ, കുറച്ച് കായൊക്കെ വരുള്ളൂ. ഒരുപാടൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്കിത് ഉപ്പേരിയായിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുത്ത് കറി വയ്ക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇലയാണെങ്കിലും പൂവാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഇറച്ചിപ്പയറും നമുക്ക് കറിയായിട്ട് വെക്കാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ഈ ഒരു ഇത് മാത്രമേ കറി വെക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഇതൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ വലിയ കെയറൊന്നും ആവശ്യമില്ല. നന്നായിട്ട് വളർന്ന് പടർന്ന് വന്നിട്ടുണ്ട്. പന്തലിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ. ബൈ.